എല്ലാരും ഇങ്ങോട്ട് നോക്കിയേ. യെസ്. അയ്യോ സമയം പോയില്ലേ, നമുക്ക് തുടങ്ങാല്ലേ. അപ്പോ ഇന്നത്തെ നമ്മുടെ അതിഥികൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞിരുന്നു നമ്മുടെ കൂടെ കുറച്ച് പേര് കൂടാൻ പോകുന്നുണ്ടെന്ന് അല്ലേ. അങ്ങനെ ഇതാ നമ്മുടെ കൂടെ 2 പേര് ചേർന്നിരിക്കുകയാണ് ഇന്ന്. ഒന്ന് നമ്മുടെ ധന്യ ചേച്ചി, ഒന്ന് രാജൻ സോമസുന്ദരം. രാജനെ കുറിച്ച് പറയുകയാണെങ്കിൽ RJ ആണ്, കാർട്ടൂണിസ്റ്റ് ആണ്. ധന്യ ചേച്ചി ഈ പറഞ്ഞ പോലെ ആങ്കർ ആണ്, അതുപോലെ തന്നെ പാട്ടുകാരിയാണ്. മച്ച് മോർ കുറെ പറയാനുണ്ട്, പക്ഷെ നമ്മളൊന്ന് ഷോർട്ട് ആക്കുവാണ്. അപ്പോൾ പിന്നെ ആസ് യൂഷ്വൽ ടോമി ചേട്ടനും ഞഞ്ചു വരും. അപ്പൊ ഇന്ന് നമ്മളുടെ കുറെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു പോയിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും ആദ്യം പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു പോയതാണ് നമ്മുടെ ഡിജിറ്റൽ തട്ടിപ്പിനെ കുറിച്ചൊക്കെ. ഈ ഒരു വീഡിയോ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ കുറെ സുഹൃത്തുക്കൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് പറ്റിയ അനുഭവങ്ങളെ കുറിച്ച്. പൈസ പോയി എന്നൊക്കെ പറഞ്ഞ്. അതായത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്, ആൾക്ക് ഒരു ചെറിയൊരു റിസോർട്ട് ഉണ്ട്. അപ്പോൾ ഹിന്ദിക്കാരും ഇംഗ്ലീഷുകാരും ഒക്കെ അങ്ങോട്ടേക്ക് എപ്പോഴും വിളിക്കും. അതുപോലെ തന്നെ ഒരു ഹിന്ദിക്കാരെ വിളിച്ചു, വളരെ പൊളൈറ്റ് ആയിട്ട് സംസാരിച്ചു. അപ്പൊ ആള് നല്ല തിരക്കിൽ ഉള്ള സമയമായിരുന്നു. ആൾക്ക് വേറൊരു ക്ലിനിക്കും കൂടെ ഉണ്ട്, അവിടെ നല്ല തിരക്കായിരുന്നു. ആ തിരക്കിനിടയിലാണ് ഈ കോള് വന്നതും അറ്റൻഡ് ചെയ്തതൊക്കെ. രാവിലെ മുതൽ വിളിച്ചിരുന്നു, അവിടുത്തെ ഡീറ്റെയിൽസ് എല്ലാം ഇങ്ങനെ ചോദിക്കുന്നു. ലാസ്റ്റ് വൈകുന്നേരം ആയപ്പോൾ ആള് പറഞ്ഞു ഓക്കെ 1000 rupees തന്ന അഡ്വാൻസ് ചെയ്തോളൂ, ബാക്കി രൂപ വന്നു കഴിഞ്ഞിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു ഓക്കെ ഞാൻ ഇട്ടേക്കാന്ന് പറഞ്ഞു. ഒരു 10 minutes കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി കൊടുത്തു, അയ്യോ ഞാൻ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ 1000 രൂപയ്ക്ക് പകരം ഇട്ടത് 23,000 ആയിപ്പോയി, എനിക്ക് ബാലൻസ് ഒന്ന് തന്നേക്കോ, തിരിച്ചു തന്നേക്കോ, അയ്യോ എനിക്ക് ആകെ ടെൻഷനായി എന്ന് പറഞ്ഞു. അപ്പൊ യൂഷ്വൽ രാവിലെ തൊട്ട് സംസാരിച്ച ഒരാളാണ്, ഒരു ലേഡിയാണ്, വളരെ പൊളൈറ്റ് ആയിട്ട്. പ്രത്യേകം എന്റെ ഫ്രണ്ട് പറയും ചെയ്യുന്നുണ്ട്, സാധാ ഹിന്ദിക്കാരെ പോലെയല്ല, വളരെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹിന്ദിക്കാര്. അപ്പൊ നമുക്ക് ഒരു സംശയം തോന്നുന്നില്ല. പിന്നെ ആള് നല്ല തിരക്കുമായി പോയി, വേറൊന്നും ചിന്തിക്കാനും പറ്റിയില്ല. അപ്പൊ പുള്ളിക്കാരി സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തു, ഇത്ര രൂപ വന്നുകൊണ്ട്. ആള് ചെക്ക് ചെയ്യാനുള്ള സമയം കിട്ടില്ല. അയ്യോ ഈ പുള്ളിക്കാരി ടെൻഷൻ കാരണം, അയ്യോ എനിക്ക് ടെൻഷൻ ആവോ, വേഗം ഒന്ന് ഇട്ട് വരുമോ, ഞാൻ ചിന്തിച്ചില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ഒന്നും ചിന്തിച്ചില്ല. അപ്പൊ പുള്ളിക്കാരി ഒരു കാര്യം കൂടെ പറഞ്ഞു, കുറച്ച് രൂപയായിട്ട് ഇട്ട് തന്നാൽ മതി എന്ന്. ഒരു 5,000. അപ്പൊ അങ്ങനെ 5,000 ആദ്യം ട്രാൻസ്ഫർ ചെയ്തു, ദെൻ 5,000 ട്രാൻസ്ഫർ ചെയ്തു. ഇതും കൂടെ ഇങ്ങനെ വെച്ചു. അപ്പോഴാണ് എന്റെ ഫ്രണ്ടിന് ഒരു സംശയം തോന്നി, ഇതെന്തുകൊണ്ട് 5,000 അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറയുന്നു. ആള് ഈ തിരക്കിനിടയിൽ പെട്ടെന്ന് ഫോൺ അതിനൊക്കെ എന്തോ ഉണ്ട്. അങ്ങനെ നോക്കിയപ്പോഴാണ് അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടില്ല. പുള്ളിക്കാരി അയച്ചു തന്നിരിക്കുന്ന സ്ക്രീൻഷോട്ട് എഡിറ്റഡ് ആണ്. അപ്പൊ തന്നെ നിങ്ങൾ എന്നെ പറ്റിക്കരുതെന്ന് ചോദിച്ചു, ഫോൺ കട്ടായി, പിന്നെ കിട്ടുന്നേ ഇല്ല, ബ്ലോക്ക് ചെയ്ത് പോയി. അപ്പൊ ആ ഒരു സൈബർ തട്ടിപ്പിനെ കുറിച്ച് ബാങ്കിലും അതുപോലെ സൈബർ പോലീസും എല്ലാം അറിയിച്ചിട്ടുണ്ട്. അവരത് റീഫണ്ട് ചെയ്യാമെന്നും പറഞ്ഞിട്ട് എന്തോ ഒരു 5,000 ഇപ്പൊ കൊടുത്തിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. അത് സൈബർ പോലീസിന്റെ ഭാഗത്ത് കഴിഞ്ഞ ദിവസം ഒരു കേസുണ്ട്, 2 കോടി രൂപയാണ് അത് മലയാളിയുടെ പോയിരിക്കുന്നത്. അത് മലയാളിയുടെ പോയി 2 കോടി രൂപ. ഇതിത്ര പൈസ ആൾക്കാർ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് ട്രാപ്പില് ഹണി ട്രാപ്പ് പോലെ പെടുത്തിയതാണ്. അത് കുറെ കാലമായിട്ട് ചാറ്റ് ചെയ്ത് ലാസ്റ്റ് വീഡിയോ കോൾ വിളിച്ച്. അപ്പൊ ആ ടൈമിൽ അവരവിടെ സ്ക്രീൻ റെക്കോർഡിങ് ചെയ്തു. മനസ്സിലായില്ലേ? അപ്പൊ പിന്നെ നമ്മള് പറ്റിക്കുക എന്ന് പറയുന്ന പോലെ തന്നെ പറ്റിക്കപ്പെടുക എന്ന് പറയുന്നതും ഒരു ആർട്ടാണ്. അങ്ങനെ കുറച്ച് വിഭാഗം ആളുകളുണ്ട്. കാരണം നമ്മൾ ഇന്ന് എങ്ങനെ നമുക്ക് പറ്റിക്കപ്പെടാം, അങ്ങനെ ഇപ്പൊ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാല് ഇവരുടെയൊക്കെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടമാനം ബാക്ക് ഹിസ്റ്ററി ഉണ്ടാവും ഇത് ഇങ്ങനെ പറ്റിക്കപ്പെട്ടതിന്. അപ്പൊ അതും കൂടി നമ്മൾ ഇതിനകത്ത് അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അല്ല, കുറെ പറ്റിക്കലുകൾ നടക്കുന്നുണ്ട്, നമ്മൾ പറ്റിക്കപ്പെടുന്നുണ്ട്. ചില തട്ടിപ്പുകൾ നമുക്ക് പോലും മനസ്സിലാകുന്നില്ല. അങ്ങനെയൊക്കെയാണ് പ്രശ്നമാണ്. അതുണ്ട് ഇപ്പോഴും, പിന്നെ അതുണ്ട്. അപ്പൊ അല്ല, വളരെ കണ്ണിങ് ആയിരിക്കും, പ്രത്യേകിച്ച് എന്ത് തിരക്കിന്റെ കാര്യത്തിൽ. എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്, നമ്മൾ എത്ര തിരക്കുള്ള ഒരു സമയമാണെങ്കിലും നമ്മൾ ആർക്കെങ്കിലും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യോ അങ്ങനെയുള്ള കാര്യം അലേർട്ട് ആയിട്ടിരിക്കുക. കറക്റ്റായിട്ട് ഈ പറ്റിക്കാൻ വേണ്ടിയുള്ള ആൾക്കാരെ കൃത്യമായിട്ട് സെലക്ട് ചെയ്യുന്നത്. അതെ, എനിക്ക് തോന്നി നല്ലൊരു വർക്കുണ്ട്. ആൾക്ക് റിസോർട്ട് ഉണ്ടെന്നും ആ റിസോർട്ടിൽ ഇതുപോലെ പല ആളുകൾ വരുന്നുണ്ടെന്നും എനിക്ക് തോന്നുന്നു നമ്മളെ കുറിച്ച് നല്ല റിസർച്ച് നടത്തിയിട്ടാണ് ഇവർ പറ്റിക്കാൻ വരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്ത് നല്ലപോലെ അലേർട്ട് ആയിട്ടിരിക്കേണ്ട ഒരു ടൈം കൂടിയാണ്.